നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീമിയം എനർജീസ് ലിമിറ്റഡ് എന്ന ഒരു സോളാർ മേക്കിംഗ് കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇൻ്റഗ്രേറ്റഡ് സോളാർ ആൻഡ് മൊഡ്യൂൾ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് എന്ന് പറയുന്നു. എന്തായാലും നമുക്കറിയാം, ഒന്നാമത്തേത് ഒരുപക്ഷെ ടാറ്റ പവറും അദാനിയും ഒക്കെ ആയിരിക്കാം, വാരീസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തേതാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സോളാർ മൊഡ്യൂൾസ് ആൻഡ് സോളാർ സെൽസ്. അപ്പോൾ പ്രീമിയം എനർജീസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ ഇഷ്യൂ ഓഗസ്റ്റ് 27 മുതൽ 29 വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇവർ ഫ്രഷ് ഓഹരികളുടെയും ഓഫർ ഫോർ സെയിലിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് 2830.4 കോടി രൂപയുടെ ഈ ഇഷ്യൂ പുറത്തിറക്കുന്നത്. അതിൽ 1291.4 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളാണെങ്കിൽ 1539 കോടി രൂപയ്ക്കുള്ളത് ഓഫർ ഫോർ സെയിലാണ്. ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം വീഡിയോ കണ്ടു തുടങ്ങണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. 1995 പ്രീമിയർ എനർജീസ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആവുന്നത്. തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് ഇവർക്ക് 5 മാനുഫാക്ചറിങ് യൂണിറ്റുകളുള്ളത്. എല്ലാം തന്നെ സ്വന്തം സ്ഥലത്ത് തന്നെയാണ് ഈ വലിയ ഫാക്ടറികളെല്ലാം തന്നെ ഉള്ളത്. അവരുടെ ആനുവൽ കപ്പാസിറ്റി പറയുന്നത്, പ്രൊഡക്ഷൻ കപ്പാസിറ്റി പറയുന്നത് 2 ജിഗാവാട്ട് സോളാർ സെൽസും 3.36 ജിഗാവാട്ട് സോളാർ മൊഡ്യൂൾസുമാണ്. ഇപ്പോൾ ഈ ജിഗാവാട്ട് എന്ന് പറയുമ്പോൾ 1 ജിഗാവാട്ട് എന്ന് പറയുമ്പോൾ 10 ലക്ഷം കിലോ വാട്ട് വരും. അപ്പോൾ അത്രയ്ക്ക് വലിയ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ് കമ്പനിക്കുള്ളത് എന്നർത്ഥം. ഇനി നമുക്ക് കമ്പനിയുടെ പ്രധാന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സോളാർ ഫോൾട്ടായിക് സെല്ലുകൾ ഉണ്ടല്ലോ, ഈ സോളാറിൻ്റെ സെല്ലുകൾ, അത് മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാന അവരുടെ ആക്ടിവിറ്റി. അതുകൂടാതെ ഈ സോളാർ മൊഡ്യൂൾസ് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിർമ്മിച്ചു കൊടുക്കുക, പിന്നെ എൻജിനീയറിംഗ്, പ്രൊക്യൂറിംഗ്, കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകൾ അത് നടപ്പിലാക്കുക, പിന്നെ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി അതൊരു വലിയ ഘടകം തന്നെയാണ്, സ്വന്തമായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഈ EPC പ്രൊജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് സൗകര്യങ്ങൾ കമ്പനി തന്നെ ചെയ്തു കൊടുക്കുന്നു. അതുകൂടാതെ സോളാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് എല്ലാ പ്രവർത്തനങ്ങളും കമ്പനി ചെയ്യുന്നുണ്ട്. പ്രീമിയം എനർജീസ് എന്ന ഈ കമ്പനിയുടെ EPC ഡിവിഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ്, കൺസ്ട്രക്ഷൻ ഡിവിഷൻ നിരവധിയായിട്ടുള്ള വലിയ പ്രൊജക്റ്റുകളാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റമും അതുപോലെ കനാൽ ടോപ്പ് പ്രൊജക്റ്റുകളും അടക്കം വലിയ പ്രൊജക്റ്റുകളാണ്. നമുക്കറിയാം, കനാൽ ടോപ്പ് ഒരു വലിയ കനാലുകളുടെ മുകളിൽ സോളാറിൻ്റെ പാനലുകൾ നിരത്തിക്കൊണ്ട് വൈദ്യുതി ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റം, അതുപോലെ തന്നെ നമ്മളുടെ പുരപ്പുറ സോളാർ സിസ്റ്റം, അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വളരെ ആക്റ്റീവായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ സബ്സിഡി എല്ലാം കൊടുത്ത് നടപ്പിലാക്കുന്ന സൂര്യാഘർ പദ്ധതി, അതായത് വീടുകളുടെ മുകളിൽ നിങ്ങൾക്ക് സോളാർ സംവിധാനം പിടിപ്പിച്ചുകൊണ്ട് എനർജി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ചിലവ് കുറഞ്ഞ എനർജിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പല പദ്ധതികളുണ്ടല്ലോ. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകൾ പ്രീമിയർ എനർജീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വലിയ പ്രൊജക്റ്റുകൾ ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ 100 മെഗാവാട്ടിൻ്റെ ഒരു വലിയ പ്രൊജക്റ്റാണ് ഒരു നവരത്ന സെക്ടറിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അവർ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ 20 മെഗാവാട്ടിൻ്റെ കനാൽ തീരത്തും കനാൽ ടോപ്പിലും ഉത്തരാഖണ്ഡിൽ അവരുടെ ഉത്തരാഖണ്ഡ് സർക്കാരിന് വേണ്ടിയിട്ട് ഈ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ കർണാടക സർക്കാരിന് വേണ്ടിയിട്ട് 18 മെഗാവാട്ടിൻ്റെയും 15 മെഗാവാട്ടിൻ്റെയും 2 വലിയ പ്രൊജക്റ്റുകളും പ്രീമിയം എനർജീസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പ്രധാന പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദർപാൽ സിംഗ് സലൂജ, അദ്ദേഹമാണ് കമ്പനിയുടെ ചെയർമാൻ, ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ്. അതുകൂടാതെ ചിരഞ്ജീവ് സിംഗ് സലൂജയും ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടറാണ്. ഇവരുടെ കൈവശം 72.22% ഓഹരികളാണ് ഇഷ്യൂവിന് മുമ്പ് കൈവശമുള്ളത്. അത് ഇഷ്യൂ കഴിയുമ്പോൾ അത് 60.03% മാറുന്നുണ്ട്. പ്രീമിയം എനർജീസിൻ്റെ ചില ക്ലയൻസിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കമ്പനിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കും. പ്രധാന ഒരു കസ്റ്റമറാണ് NTPC.
NTPC പ്രീമിയർ എനർജീസിൻ്റെ ക്ലയൻ്റായിട്ട് വരുന്നു എന്നുള്ളത് വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ടാറ്റ പവർ സോളാർ സിസ്റ്റംസ്. അവർ ഏറ്റവും വലിയ ഒരു ഇതേപോലെ തന്നെ സോളാർ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവരും ഇവരുടെ ഒരു ക്ലയൻ്റാണ്. അതുപോലെ പാനസോണിക് ലൈഫ് സൊല്യൂഷൻസ്, പിന്നെ കോണ്ടിനം, ശക്തി പമ്പ്സ്, ഫസ്റ്റ് എനർജി, ബ്ലൂ പൈൻ എനർജീസ്, ലൂമിനസ്, ഹാർടെക്സ് സോളാർസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇങ്ങനെ നിരവധി കമ്പനികൾ ഇവരുടെ ക്ലയൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലേക്ക്, ഉദാഹരണമായിട്ട് US-ലേക്കും ഹോങ്കോങ്, സൗത്ത് ആഫ്രിക്ക, ബംഗ്ലാദേശ്, നേപ്പാൾ, നോർവേ, ഫ്രാൻസ്, മലേഷ്യ, കാനഡ, ശ്രീലങ്ക, ജർമ്മനി, ഹംഗറി, UAE, ഉഗാണ്ട, ടർക്കി, സൗത്ത് കൊറിയ, ചൈന, തൈവാൻ, ഫിലിപ്പൈൻസ് തുടങ്ങിയിട്ടുള്ള നിരവധി വിദേശ രാജ്യങ്ങളിലേക്കും പ്രീമിയർ എനർജീസിൻ്റെ പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ കമ്പനിയിൽ ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 1450ഓളം എംപ്ലോയീസ് ആണ് ഉള്ളത്. ഇനി മറ്റ് കീ പോയിന്റ്സ് പരിശോധിക്കുകയാണ്. EPS 5.48, പി റേഷ്യോ 82.09, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 37.46%, NAV 14.63 പെർ ഷെയറുമാണ്. ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള വെബ്സോൾ എനർജി സിസ്റ്റംസ് ആണ് ഇവരുടെ പിയർ കമ്പനിയായിട്ട് അവരുടെ പ്രോസ്പെക്ടസിൽ കാണുന്നത്. ഇനി നമുക്ക് 1291.4 കോടി രൂപയാണ് ഇവർ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്നത് ക്യാപിറ്റലായിട്ട്. അത് എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാന്റുകളുടെ കപ്പാസിറ്റി വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്, സെല്ലുകളുടെയും മൊഡ്യൂളുകളുടെയും മാനുഫാക്ചറിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഒരു 968.6 കോടി രൂപ വിനിയോഗിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അത് കൂടാതെ ബാക്കി തുക അവരുടെ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും വിനിയോഗിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റലും JP മോർഗനും ICICI സെക്യൂരിറ്റീസും ആണ്. പിന്നെ രജിസ്ട്രാർ KFin ടെക്നോളജീസും. ഇനി നമുക്ക് ഫിനാൻഷ്യൽ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ ഒരു CAGR അല്ലെങ്കിൽ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ 106% വർധനവ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2022 നോക്കൂ, നെറ്റ് ഇൻകത്തിൽ ഒരു ടേൺ അറൗണ്ട് നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് 14.41 കോടി രൂപയുടെ ലോസാണ് 2022 കമ്പനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ 2024 ആയപ്പോൾ 231.36 കോടിയുടെ ലാഭത്തിലേക്ക് കമ്പനിക്ക് തിരിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനി പെട്ടെന്ന് ലാഭത്തിലേക്ക് വന്നിട്ടുണ്ട്. കമ്പനി വളരെ മികച്ച രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി പ്രീമിയർ എനർജീസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കാം. 27 മുതൽ 29 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ. ഇനി പ്രൈസ് ബാൻഡ് 427 രൂപ മുതൽ 450 രൂപ വരെയാണ്. ഫ്രഷ് ഓഹരികൾ 1291.4 കോടി രൂപയ്ക്കുള്ളതുണ്ട്. പിന്നെ ഓഫർ ഫോർ സെയിൽ 1539 കോടി രൂപയ്ക്കുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 2830.4 കോടി രൂപയ്ക്കുള്ളതാണ്. 33 ഓഹരികളാണ് ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ 13 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 1 രൂപ മാത്രമാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 35% ഓഹരികളും റീറ്റെയിലേഴ്സിനാണ് കമ്പനി നൽകുന്നത്. അതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് ഓഗസ്റ്റ് 30 ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. NSE-യിലും BSE-യിലും ലിസ്റ്റ് ചെയ്യുന്ന ഈ കമ്പനി സെപ്റ്റംബർ 3 ആയിരിക്കും ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത് ഇവരുടെ എംപ്ലോയീസിന്, കമ്പനിയുടെ എംപ്ലോയീസിന് ഒരു ഓഹരിയിൽ 22 രൂപ ഡിസ്കൗണ്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ അത് എന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല കമ്പനിക്ക് ഒരു 5926.6 കോടി രൂപയുടെ ഒരു ഓർഡർ ബുക്ക് ഇപ്പം തന്നെ കമ്പനിയുടെ കൈവശം ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിൽ 25% ഓർഡറുകളും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ഇതാണ് എന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇഷ്യൂ കഴിയുമ്പോഴത്തേക്ക് 2530 കോടിയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സോളാർ സിസ്റ്റത്തിന് വളരെയധികം എൻകറേജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് വളരെ ചെറിയ ചെലവിൽ
വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ പുരപ്പുറ സോളാർ പദ്ധതിയായിട്ടുള്ള സൂര്യാഗർ എല്ലാം വളരെ ഹിറ്റായിട്ട് രാജ്യത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്സും വൈദ്യുതിയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ചെലവ് ചുരുക്കലിന് വേണ്ടിയിട്ട് പാരമ്പര്യ ഇതര ഊർജം എന്നുള്ള നിലയിൽ സോളാറിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ സോളാർ പാനലുകളുടെയും മൊഡ്യൂളുകളുടെയും സെല്ലുകളുടെയൊക്കെ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രീമിയം എനർജീസ് എന്നുള്ള ഈ കമ്പനിയുടെ ഓഹരികൾ വാങ്ങുന്നത് വളരെ മികച്ച ഒരു തീരുമാനമായിരിക്കുമെന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. പ്രീമിയർ എനർജീസ് ലിമിറ്റഡ് എന്ന ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസ് കേട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, കമൻറ്റുകൾ ഇടാൻ മടിക്കരുത്, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ മറ്റൊരു IPO വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.